നമസ്കാരം. കേരളം പോളിംഗ് ബൂത്തിലേക്ക് കടക്കാൻ ഇനി ശേഷിക്കുന്നത് കേവലം 7 ദിനങ്ങൾ മാത്രമാണ്. അതായത് സംസ്ഥാനത്തെ പൊതുതെരഞ്ഞെടുപ്പിനായുള്ള പരസ്യപ്രചാരണം ഒരാഴ്ച കൊണ്ട് അവസാനിക്കും. ഈ ഒരു സാഹചര്യത്തിൽ 3 മുന്നണികളും അവരുടെ ആവനാഴിയിലുള്ള ആയുധങ്ങൾ പരമാവധി ഗോതയിലിറക്കിക്കൊണ്ട് പരമാവധി വോട്ടുകൾ കൂട്ടാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. ഏതായാലും ഇനി വരുന്ന ഒരാഴ്ച സംസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇടത് വലത് NDA മുന്നണികളുടെ ശക്തി പ്രകടനത്തിന് തന്നെയാകും. അതിന്റെ എല്ലാം ആവേശം ചോരാതെ ഞങ്ങൾ അങ്കച്ചൂടിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി സി ദിവാകരന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് നേതാക്കളുടെ ഒരു പട തന്നെയായിരുന്നു ഇന്ന് തലസ്ഥാനത്തെത്തിയത്. അതുതന്നെയാണ് തെക്കൻ കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിശേഷവും. ഏതായാലും CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്, അതിനു പുറമെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, VS അച്യുതാനന്ദൻ, സുഭാഷിണി അലി എന്നിവർ വിവിധ ഇടങ്ങളിലായിട്ടാണ് ഇന്ന് ജില്ലയിൽ പര്യടനത്തിൽ പങ്കെടുത്തത്. ഇതിൽ പ്രധാനമായും നേതാക്കൾ ഒന്നടങ്കം BJP-യെ കടന്നാക്രമിച്ചും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് പുറത്തു കൊണ്ടുവരുന്ന രീതിയിൽ തന്നെയായിരുന്നു നേതാക്കളുടെ പ്രസംഗം എന്ന് പറയുമ്പോൾ, ഏതായാലും ഈ നേതാക്കളുടെ എല്ലാം പ്രസംഗങ്ങൾ കേൾക്കാൻ വലിയ ജനാവലി തന്നെയായിരുന്നു ഓരോ കേന്ദ്രങ്ങളിലും എത്തിച്ചേർന്നത് എന്നുള്ളതും ഇടത് കേന്ദ്രങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും S. ജീവൻകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയായ സി ദിവാകരന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ ഇന്ന് നേതാക്കന്മാരുടെ ഒരു വലിയ നിര തന്നെയാണ് ഇന്ന് തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തിയത്. CPM-ന്റെ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗമായ പ്രകാശ് കാരാട്ട്, അതോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മുൻ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദൻ, ഒപ്പം സുഭാഷിണി അലി തുടങ്ങിയവർ വിവിധ യോഗങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിൽ തിരുവനന്തപുരത്ത് ഇന്ന് പ്രസംഗിച്ചു. കോൺഗ്രസിനെയും അതോടൊപ്പം BJP-യെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് നേതാക്കന്മാർ തങ്ങളുടെ പ്രസംഗങ്ങൾ നടത്തുന്നത്. കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാണിച്ചും BJP-യുടെ വർഗീയ നിലപാടുകൾ ചൂണ്ടിക്കാണിച്ചുമായിരുന്നു മിക്ക നേതാക്കന്മാരുടെ പ്രസംഗവും. ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി മോദിയെ പുറത്താക്കണമെന്നും ഇടതുപക്ഷ ശക്തികളുടെ ശക്തി പാർലമെന്റിൽ വർദ്ധിച്ചാൽ മറ്റ് മതേതര പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മോദിയെ പുറത്താക്കുമെന്നും BJP വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസ് ഭിന്നിപ്പിക്കുകയാണെന്നും പ്രകാശ് കാരാട്ട് കുറ്റപ്പെടുത്തി. The Congress party is not playing a constructive role today. It is actually hampering the secular unity of the secular democratic forces in the fight against the BJP. The Congress party cannot be relied upon because it has a record of compromising with the BJP and the communal forces, of making opportunistic deals with the very communal forces whom it proclaims that it is fighting. We have seen how time and again they have compromised and colluded with these forces. That is happening here, I am sure, in Thiruvananthapuram also constituency. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ രാവിലെ നടന്ന പ്രകാശ് കാരാട്ടിന്റെ പരിപാടിയിൽ വൻ ജനാവലിയാണ് പങ്കെടുത്തത്. അതിനുശേഷം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു പ്രധാനമായും ഇന്ന് വിവിധ യോഗങ്ങളിൽ പ്രസംഗിച്ചത്. നിലവിൽ വർഗീയതമായി സമരസപ്പെട്ടു പോകാനാണ് കോൺഗ്രസിന് ഇഷ്ടമെന്നും ശബരിമലയെ വിഷയത്തിൽ കേസുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തത്, അതിന് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പ്രധാനമന്ത്രി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. കേരളത്തിൽ ഈ കാര്യങ്ങൾ ഓടില്ല എന്നതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഇത് കേരളമാണ്, പ്രധാനമന്ത്രിയല്ല, മറ്റാര് പറഞ്ഞാലും നിയമം നോക്കി മാത്രമേ ഒരു സംസ്ഥാന സർക്കാരിന് പ്രവർത്തിക്കാനാവൂ. രാജ്യത്തിൻ്റെ പരമോന്നത കോടതി പറയുന്നത് ഏതൊരു സർക്കാരിനും ചെയ്യാനാവൂ. ശബരിമലയിൽ വേണ്ട വികസനത്തിനായുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും ശബരിമലയിലെ അക്രമത്തിലൂടെ കലാപമുണ്ടാക്കുകയായിരുന്നു ചിലരുടെ ലക്ഷ്യമെങ്കിലും അത് ചീറ്റിപ്പോയതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവിധ യോഗങ്ങളിൽ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ തങ്ങൾ ഭരിക്കുന്നിടത്തെല്ലാം ആകാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെയും ആയിക്കൂടാന്നായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാകുക. അതിന് ഇവിടുന്ന് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഇത് കേരളമാണ്. കേരളത്തിൽ തെറ്റ് ചെയ്താൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാവും. നിങ്ങൾ രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ പ്രധാനികളാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് അക്രമ പ്രവർത്തനമോ ഗൂണ്ടാപ്രവർത്തനമോ നടത്തിയാൽ അതെല്ലാം സൽപ്രവൃത്തിയായി കണക്കാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ ചിലവാകില്ല.
സി ദിവാകരന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായ VS അച്യുതാനന്ദൻ, മുൻ മുഖ്യമന്ത്രി കൂടിയ അദ്ദേഹം ഇന്ന് വിഴിഞ്ഞത്തെ ഒരു യോഗത്തിൽ സംസാരിച്ചു. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിവിധ യോഗങ്ങളിൽ ഇത് സംബന്ധിച്ച് സംസാരിച്ചു. സുഭാഷിണി അലി തുടങ്ങിയവർ സംസാരിച്ചു. എന്തായാലും വളരെ ശക്തമായ പ്രചരണമാണ് തിരുവനന്തപുരത്ത് LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പോര് വർഗീയതയും മതനിരപേക്ഷതയും തമ്മിലായി എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പ്രധാനമായും ഇടതുമുന്നണി സ്ഥാനാർത്ഥി സംസ്ഥാന സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലൂന്നിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ അഴിമതി ചൂണ്ടിക്കാട്ടിയുമാണ് പ്രചരണം നടത്തുന്നത്. എന്നാൽ UDF സ്ഥാനാർത്ഥിയാകട്ടെ വർഗീയതയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഈ ഒരു സാഹചര്യത്തിൽ NDA സ്ഥാനാർത്ഥിയാകട്ടെ കൃത്യമായ രീതിയിൽ എല്ലായിടങ്ങളിലും പ്രചാരണ രംഗത്ത് മുഴുകുന്നില്ല എന്നുള്ളതും വലിയ തോതിൽ വിമർശനങ്ങൾ BJPക്കുള്ളിൽ തന്നെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. കൊല്ലത്ത് നിന്നും രാജ്കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മതനിരപേക്ഷതയും വർഗീയതയും തമ്മിൽ ഏറ്റുമുട്ടുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലാണ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് വോട്ടഭ്യർത്ഥിക്കുന്നത്. അതേസമയം UDF സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥിയും വർഗീയതയിൽ ഊന്നിയുള്ള പ്രചരണമായിരുന്നു. അതിനെതിരെ പരാതി പോയപ്പോഴാണ് UDF സ്ഥാനാർത്ഥിക്ക് ഇലക്ഷൻ കമ്മീഷൻ താക്കീതുമായി രംഗത്ത് വരികയും ചെയ്തത്. ഇന്ന് KN ബാലഗോപാൽ, ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ചവറ മേഖലയിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്വീകരണം. അവിടെ അദ്ദേഹത്തിന് കൈനീട്ടം കൊടുത്ത സരസമ്മ എന്ന 80 വയസ്സുകാരി അദ്ദേഹത്തിന് KN ബാലഗോപാലിന് കൈനീട്ടം നൽകിക്കൊണ്ടാണ് സ്വീകരണം നൽകിയത്. അതേസമയം UDF സ്ഥാനാർത്ഥി പ്രേമചന്ദ്രൻ ഇന്ന് കൊല്ലത്തെ വിവിധ ക്ഷേത്രങ്ങളും മറ്റും വിഷു പ്രമാണിച്ച് സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹം വോട്ടഭ്യർത്ഥിച്ചു. ഇന്ന് കൊല്ലം നിയോജക മണ്ഡലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വോട്ടഭ്യർത്ഥന. BJP സ്ഥാനാർത്ഥി KV സാബു ഇന്ന് കുണ്ടറ മേഖലയിൽ വോട്ടഭ്യർത്ഥിച്ചു. ശക്തമായ ത്രികോണ മത്സരമാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കുന്നത്. ഇവിടെ 3 മുന്നണികളിലെ സ്ഥാനാർത്ഥികളും 3ാം ഘട്ട പര്യടനത്തിലാണ് ഇപ്പോൾ മുഴുകിയിരിക്കുന്നത്. ഏതായാലും ഈ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്കും കൂടുതൽ ആവേശം പകരാനായി ദേശീയ നേതാക്കൾ നാളെ മുതൽ പത്തനംതിട്ടയിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ വരും ദിനങ്ങളിൽ പത്തനംതിട്ടയിൽ വീറുറ്റ പ്രചാരണ രംഗം തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. പത്തനംതിട്ടയിൽ നിന്നും ഗീവർഗീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പിന് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ 3 മുന്നണിയിലെ സ്ഥാനാർത്ഥികളും കടുത്ത ചൂടിനെ അവഗണിച്ചുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലാണ്. മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വീണ ജോർജിന്റെ 3ാം ഘട്ട സ്ഥാനാർത്ഥി പര്യടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു വീണ ജോർജ്. അതേസമയം NDA സ്ഥാനാർത്ഥിയായ K സുരേന്ദ്രൻ ഇന്ന് ശബരിമലയിൽ ദർശനം നടത്തി. വിഷുദിനമായ ഇന്ന് 4 മണി മുതൽ 7 മണി വരെയായിരുന്നു വിഷു ദർശനം ഒരുക്കിയിരുന്നത്. ഈ സമയത്താണ് NDA സ്ഥാനാർത്ഥിയായ K സുരേന്ദ്രൻ ദർശനം നടത്തിയത്. UDF സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണി ഇന്ന് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലും പര്യടനം നടത്തുകയുണ്ടായി. വരും ദിവസങ്ങളിൽ ഈ 3 മുന്നണികളിലെ സ്ഥാനാർത്ഥികൾക്കും പിന്തുണയുമായി ദേശീയ നേതാക്കൾ എത്തിച്ചേരുന്നുണ്ട്. നാളെ രാവിലെ 11:30 പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ കോൺഗ്രസ് അധ്യക്ഷനും വയനാട് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി ആന്റോ ആന്റണിക്ക് പിന്തുണയുമായി എത്തും. അതേസമയം വൈകുന്നേരം 4 മണിക്ക് വീണ ജോർജിന് പിന്തുണയുമായി കറുകച്ചാലിൽ പ്രകാശ് കാരാട്ടും എത്തിച്ചേരുന്നുണ്ട്. ഈ 3 മുന്നണികളിലെ സ്ഥാനാർത്ഥികൾക്കും പിന്തുണയുമായി ദേശീയ നേതാക്കൾ എത്തിച്ചേരുന്നതോടെ മണ്ഡലത്തിലെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചൂടേറും. വരും ദിനങ്ങളിൽ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ മുറുകുകയാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. മധ്യ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര ചിത്രവുമായി സാലി മുഹമ്മദ് ചേരും. വിഷു അവധി ദിനത്തിന്റെ ആലസ്യത്തിലും സജീവമായിരുന്നു ഇന്ന് മധ്യ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം. ആലപ്പുഴയിലെ ഇടതു സ്ഥാനാർത്ഥി AM ആരിഫ് ക്ഷേത്രങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് വിശ്വാസികളെ കണ്ട് വോട്ട് തേടുന്ന തിരക്കിലായിരുന്നു ഇന്ന്. UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് AK ആന്റണി നാളെ ആലപ്പുഴയിലെത്തും. ആലപ്പുഴയിൽ നിന്നും ഷാജഹാന്റെ റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം അവശേഷിക്കെ ആലപ്പുഴ മാവേലിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ തങ്ങളുടെ വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട പരിശ്രമത്തിലാണ്. ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി AM ആരിഫാകട്ടെ വിഷുദിനമായ ഇന്ന് രാവിലെ ചില ക്ഷേത്രങ്ങളിലൊക്കെ നടന്ന് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു. പ്രധാനമായിട്ടും ആലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള ചില ക്ഷേത്രങ്ങളും അതിനുശേഷം കായംകുളത്തുള്ള ചില ക്ഷേത്രങ്ങളുമൊക്കെ തന്നെയായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ വോട്ടഭ്യർത്ഥിക്കാൻ എത്തിയത്. അതിനുശേഷം ചില വിവാഹ വീടുകളിലും അതോടൊപ്പം തന്നെ വിവാഹ വേദികളിലുമൊക്കെ തന്നെ അദ്ദേഹം എത്തുകയും അതോടൊപ്പം തന്നെ തൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വോട്ടഭ്യർത്ഥിക്കുന്നതുമൊക്കെ കാണാമായിരുന്നു. UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ ഇന്ന് റോഡ് ഷോയാണ്. തൻ്റെ 2ാം വട്ട പര്യടനം പൂർത്തിയായിട്ടില്ല എങ്കിൽ പോലും റോഡ് ഷോയിലൂടെ വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ കൂടുതൽ വോട്ടർമാരിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിന് ചില നേതാക്കളെയൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള റോഡ് ഷോയാണ് ഇന്ന് നമുക്ക് ആലപ്പുഴയിൽ കാണാൻ സാധിച്ചത്. നാളെ കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി നാളെ
ദേശീയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി നാളെ വൈകിട്ട് ആലപ്പുഴയിൽ എത്തുന്നുണ്ട്. അദ്ദേഹത്തിന് വൈകിട്ട് ഇവിടെ ഷാനിമോൾ ഉസ്മാന്റെ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകും. ഉച്ചയ്ക്ക് 2:30 രാഹുൽ ഗാന്ധി ആലപ്പുഴയിൽ എത്തുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതോടൊപ്പം തന്നെ മാവേലിക്കര ജില്ലയിലെ സ്ഥാനാർത്ഥി ചിറ്റയം ഗോകുമാറും അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷും ചങ്ങനാശ്ശേരി, കുട്ടനാട്, ചെങ്ങന്നൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ തന്നെ വോട്ടെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് എത്തിയിരിക്കുകയാണ്. എന്തായാലും വളരെ ആവേശകരമായിട്ടുള്ള ഒരു മത്സരത്തിലേക്കാണ് അവസാനവട്ടം പോകുന്നത്. മാവേലിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറും അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷും തമ്മിൽ ശക്തമായ ഒരു മത്സരമാണ് നടക്കുന്നത്. കാരണം കഴിഞ്ഞ 3 തവണയായിട്ട് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന കൊടിക്കുന്നിലിനെ ഇത്തവണ ഏത് വിധേനയും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷം ലക്ഷ്യം വയ്ക്കുന്നത്. അത്തരത്തിൽ വളരെ തീവ്രമായിട്ടുള്ള ഒരു പ്രചരണമാണ് നമുക്ക് മാവേലിക്കര മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നത്. ആലപ്പുഴ മണ്ഡലത്തിലാകട്ടെ വളരെ താമസിച്ചാണ് UDF സ്ഥാനാർത്ഥി എത്തിയതെങ്കിൽ പോലും ഇപ്പോൾ 2ാം വട്ട പര്യടനം പൂർത്തിയായി വരികയാണ്. എന്തായാലും വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രചരണമാണ് നമുക്ക് ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ 3 മുന്നണികളുടെയും പ്രചരണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പരമാവധി വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളൊക്കെയും. കോട്ടയത്തു നിന്നും TP പ്രശാന്തിന്റെ റിപ്പോർട്ടിലേക്ക്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള പ്രചരണത്തിന്റെ അവസാന ലാപ്പിലേക്കാണ് എല്ലാ സ്ഥാനാർത്ഥികളും കടന്നിരിക്കുന്നത്. നാടെങ്ങും ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി VN വാസവന് പാലാ മണ്ഡലത്തിലും അതുപോലെ വൈക്കത്ത് നടന്ന റോഡ് ഷോയിലും ആവേശകരമായിട്ടുള്ളൊരു സ്വീകരണം ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ തുറന്ന വാഹനത്തിലുള്ള പ്രചരണം 20-നാണ് അവസാനിക്കുക. നാളെ കോട്ടയം നഗരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രചരണം. കൂടാതെ 17-ന് ഏറ്റുമാനൂരും അദ്ദേഹം പര്യടനം നടത്തും. ഇന്ന് വിഷുദിനമായ ഇന്ന് അദ്ദേഹം നേരിട്ട് വോട്ടർമാരെ കാണുന്നതിനായിരുന്നു സമയം ചെലവഴിച്ചിരുന്നത്. ഓരോ വോട്ടർമാരെയും നേരിൽ കാണുകയും അവരോട് വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. തുറന്ന വാഹനത്തിലുള്ള പര്യടനം ഇന്നത്തെ ദിവസത്തേക്ക് മാറ്റിവെച്ചിരുന്നു. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് തന്നെ രാജ്യത്തിന്റെ മതേതര സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതും ഒരു മതേതര സർക്കാർ അധികാരത്തിൽ വരേണ്ടതിന്റെ ആവശ്യകതയെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിരിക്കുന്നത്. രാജ്യം നേരിടുന്ന, ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങളാണ് പ്രചരണ വിഷയമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. VN വാസവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഉള്ള തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി CPM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് 17-ന് കോട്ടയത്ത് എത്തും. അതുകൂടാതെ തന്നെ ധനമന്ത്രി തോമസ് ഐസക് നാളെ കടുത്തുരുത്തിയിലും അതുപോലെ തന്നെ കൂത്താട്ടുകുളത്തുമെല്ലാം നടക്കുന്ന പൊതുയോഗത്തിൽ സംസാരിക്കും. അന്ന് തന്നെ മന്ത്രി MM മണി, അതുപോലെ തന്നെ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ തുടങ്ങിയവരും വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കും. ഏതായാലും രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ രാഷ്ട്രീയം ഉയർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു വിഷയം തന്നെ ചർച്ചയ്ക്ക് കൊണ്ടുവരാനാണ്, ജനസമക്ഷം ചർച്ചയ്ക്ക് കൊണ്ടുവരാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശ്രമം. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ ജനപ്രതിനിധി ഇടയ്ക്ക് വെച്ച് ഈ മണ്ഡലം ഇട്ടേച്ചു പോയ കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് ചർച്ചാ വിഷയമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ള, അല്ലെങ്കിൽ വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട കോടികൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. കർഷകരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ജനപ്രതിനിധി ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഈ വിഷയങ്ങളെല്ലാം തന്നെയാണ് പ്രചരണായുധമായി പ്രധാനമായും ഇടതുമുന്നണി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ. എന്നാൽ UDF ആകട്ടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിന് പകരം ഇപ്പോൾ അന്തരിച്ച കേരള കോൺഗ്രസ് നേതാവ് KM മാണിയുടെ അസാന്നിധ്യം എടുത്തു കാട്ടിക്കൊണ്ട് ഒരു സഹതാപ തരംഗത്തിലൂടെ വോട്ട് പിടിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വികസനം സംബന്ധിച്ച കാര്യത്തിൽ കഴിഞ്ഞ 10 വർഷം MP നടത്തിയിട്ടുള്ള ഇടപെടലുകളെ കുറിച്ച് വ്യക്തമായി പറയാൻ, അല്ലെങ്കിൽ നഴിയക്കല്ല എടുത്തു പറയാൻ പറ്റുന്ന പദ്ധതികളൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ആ ഒരു രാഷ്ട്രീയത്തെ തിരിച്ചു മാറ്റി നിർത്തിക്കൊണ്ട് KM മാണിയുടെ അസാന്നിധ്യം എങ്ങനെ സഹതാപ വോട്ടുകൾ നേടാം എന്ന തരത്തിലേക്ക് UDF പ്രചരണം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ AK ആന്റണി പാലായിലും അതുപോലെ തന്നെ കോട്ടയത്തും ഇന്ന് എത്തിയിരുന്നു. അതുകൂടാതെ AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PG ജോസഫും മണ്ഡലത്തിന്റെ 4 ഇടങ്ങളിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ 17-ന് VM സുധീരൻ വൈക്കം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്കായി പ്രചരണത്തിന് എത്തുന്നുണ്ട്. നാളെ പുതുപ്പള്ളിയിലും 17-ന് കോട്ടയത്തും 18-ന് പാലായിലും പ്രചരണം നടത്തുവാനാണ് UDFന്റെ തീരുമാനം. ആ ഒരു നിലയിലേക്കാണ് അവരുടെ പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം NDA സ്ഥാനാർത്ഥി PC തോമസിന്റെ പ്രചരണം ഇപ്പോഴും ഏറ്റുമാനൂർ, പുതുപ്പള്ളി, പിറവം, കടുത്തുരുത്തി എന്നീ ഭാഗങ്ങൾ പൂർത്തിയാകാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്കാണ് NDA നീങ്ങുന്നത്. അതേസമയം കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ അടക്കം ഇവിടെ പ്രചരണത്തിന് എത്തും എന്നാണ് NDAയും അറിയിച്ചിരിക്കുന്നത്. മലയോര മണ്ഡലമായ ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ് രംഗം മൂർധന്യാവസ്ഥയിലേക്ക് കടക്കുകയാണ്.
CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് നാളെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് കട്ടപ്പനയിൽ പ്രസംഗിക്കും. ഒപ്പം UDFന്റെ പ്രമുഖരും വരും ദിവസങ്ങളിൽ ജില്ലയിലെത്തുന്നുണ്ട്. ഇടുക്കിയിൽ നിന്നും സമീറിന്റെ റിപ്പോർട്ടിലേക്ക്. പരസ്യപ്രചാരണത്തിന് ഇനി 6 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓരോ മിനിറ്റും സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് വിഷുവാണ്, അവധി ദിവസമാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു പൂർണ്ണ അവധി നൽകാതെ ആയിരുന്നു ഇടുക്കിയിലെ സ്ഥാനാർത്ഥികൾ ഇന്ന് മുന്നോട്ട് പോയത്. ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ദേവികുളം നിയമസഭാ മണ്ഡലത്തിലെ തോട്ടം തൊഴിലാളികൾക്കൊപ്പമാണ് ഇന്ന് വിഷു ആഘോഷിച്ചത്. അവിടെ ലയങ്ങളിലെത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിഷു ആഘോഷം. നാളെ അദ്ദേഹം പീരുമേട് നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിക്കുക. അദ്ദേഹത്തിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നലെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ എത്തിയിരുന്നു. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഇടുക്കിയിൽ MP എന്ന നിലയിൽ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജും ഒപ്പം തന്നെ ഇടത് സർക്കാരും നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങളിൽ കലിപൂണ്ടവരാണ് പ്രതിപക്ഷം. അതുകൊണ്ട് തന്നെ കുപ്രചാരണങ്ങൾ നടത്തുകയാണ് പ്രതിപക്ഷം ഇടതുപക്ഷത്തിനും MP-ക്കും എതിരെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അടുത്ത ദിവസങ്ങളിലും പ്രമുഖരുടെ നില തന്നെയാണ് മണ്ഡലത്തിലുള്ളത്. നാളെ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് എത്തുന്നുണ്ട്. കട്ടപ്പനയിലെ പൊതുപരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും എത്തുന്നുണ്ട്. തൊടുപുഴയിലെ നടക്കുന്ന പൊതുസമ്മേളനമാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക. ഇങ്ങനെ പ്രമുഖരുടെ നിര മണ്ഡലത്തിൽ എത്തുന്നത് വലിയൊരു പ്രചാരണ ചൂടും അതോടൊപ്പം തന്നെ വലിയൊരു ഊർജ്ജവും ഇടത് ക്യാമ്പിന് നൽകുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനും ഇന്ന് പൊതുപര്യടനം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇന്ന് 2 കേന്ദ്രങ്ങളിലെത്തുകയും അവിടങ്ങളിലുള്ള അന്തേവാസികൾക്കൊപ്പമാണ് വിഷു ആഘോഷിക്കുകയും ചെയ്തത്. നാളെ അദ്ദേഹം തൊടുപുഴ നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും വോട്ട് അഭ്യർത്ഥിക്കുക. പ്രമുഖർ ഡീൻ കുര്യാക്കോസിന് വേണ്ടിയും എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ AK ആന്റണിയും എത്തിയിരുന്നു. അടുത്ത ദിവസം ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരും എത്തുന്നുണ്ട്. NDA സ്ഥാനാർത്ഥി ബിജു കൃഷ്ണനും ഇന്ന് കാര്യമായ പരിപാടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇന്ന് മത സാമുദായിക നേതാക്കളെ കാണുകയും വോട്ടഭ്യർത്ഥിക്കുകയുമാണ് ചെയ്തത്. ഒപ്പം തന്നെ പ്രാർത്ഥനാ ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കുമാണ് അദ്ദേഹം ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അദ്ദേഹം നാളെ പീരുമേട് നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കും. കൂറുമാറി ഒടുവിൽ NDAയിലെത്തിയ PC ജോർജ് അടുത്ത ദിവസം NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ബിജു കൃഷ്ണനെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മണ്ഡലത്തിൽ എത്തുന്നുണ്ട്. മറ്റ് പ്രമുഖരും വൈകാതെ എത്തും എന്ന് തന്നെയാണ് NDA ക്യാമ്പിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വിഷുദിനമായ ഇന്ന് പൊതുപരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അവധി ദിവസത്തിലും പരമാവധി എത്താവുന്ന ഇടങ്ങളിലൊക്കെ എത്തിക്കൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. വിഷുദിനത്തിലും മലബാറിലെ സ്ഥാനാർത്ഥികളെല്ലാം പ്രചരണ തിരക്കിലായിരുന്നു. സ്ഥാപനങ്ങൾ സന്ദർശിച്ചും വ്യക്തികളെ നേരിൽ കണ്ടും അവർ വോട്ടുറപ്പിച്ചു. കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി A പ്രദീപ് കുമാർ സ്നേഹഭവനും ചാരിറ്റി ഹോമുകളും സന്ദർശിച്ചാണ് വിഷുദിനത്തിൽ പര്യടനം നടത്തിയത്. UDF സ്ഥാനാർത്ഥി MK രാഘവൻ ബാലുശ്ശേരി കേന്ദ്രീകരിച്ച് വോട്ടർമാരെ കണ്ടു. മേഘ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A പ്രദീപ് കുമാർ ഇന്ന് രാവിലെ 8 മണി മുതൽ തന്നെ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. രാവിലെ കോയ റോഡിലെ ആശാഭവനിലെത്തി അവിടെയുള്ള അന്തേവാസികളെയും ഒപ്പം തന്നെ സിസ്റ്റർമാരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയുണ്ടായി. അതിനുശേഷം കോഴിക്കോട് പ്രൊവിഡൻസ് കോൺവെന്റിലെത്തി സിസ്റ്റർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. അവസാനഘട്ട പ്രചാരണമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. അവസാനഘട്ട പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത കൂടിയുണ്ട്. വിഷു ദിവസമാണ്. ഇന്നത്തെ പര്യടനം എങ്ങനെയാണ്? ഇവിടെ നേരത്തെ ഞാൻ വേണ്ടതായിരുന്നു. ഇവിടെ വിളിച്ചപ്പോൾ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞതാണ്. ഇത് ഞാൻ നമുക്ക് ഏറ്റവും അടുപ്പമുള്ളൊരു സ്ഥാപനമാണ്. കാരണം MLA എന്ന നിലയിൽ ഇവിടെ നിരന്തരമായിട്ട് ഞാൻ ബന്ധപ്പെടുകയും ഇവിടുത്തെ ആക്ടിവിറ്റി ഭാഗമായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് നമ്മുടെ സ്വന്തം സ്ഥാപനം എന്ന നിലയിലാണ് ഞാൻ ഇതിനെ എപ്പോഴും കണ്ടത്. അപ്പോൾ ആ നേരത്തെ വന്നപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഇന്നത്തേക്ക് വന്നു നോക്കുന്നത് എല്ലാവരെയും കൂടെ കണ്ടു. ഏതായാലും പ്രചാരണം A പ്രദീപ് കുമാറിന്റെ പ്രചാരണം പൊതുപ്രചാരണം അതിന്റെ 3ാം ഘട്ടം അവസാന പാദത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ ഇന്നത്തെ ദിവസത്തെ പര്യടനം എന്നത് കോഴിക്കോട് സൗത്തും ഒപ്പം തന്നെ കോഴിക്കോട് നോർത്ത് മണ്ഡലവും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് A പ്രദീപ് കുമാർ ഇന്ന് പ്രധാനമായും പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയത്. വിഷു ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിഷു പരിപാടികളിലൊക്കെ തന്നെയും അദ്ദേഹം പങ്കെടുക്കുകയുമുണ്ടായി. അതേസമയം കോഴിക്കോട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ പ്രചാരണം ഇന്ന് ബാലുശ്ശേരി നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. ചില വ്യക്തികളെ നേരിൽ കണ്ടും ഒപ്പം തന്നെ വീടുകളിൽ സന്ദർശനം നടത്തിയായിരുന്നു അദ്ദേഹം ഇന്ന് വോട്ട് അഭ്യർത്ഥിച്ചത്. പ്രചാരണത്തിന്റെ റോഡ് ഷോയുടെ 4ാം ഘട്ടത്തിലാണ് നിലവിൽ MK രാഘവൻ ഉള്ളത്. ഏതായാലും വിഷുദിനം ആയതുകൊണ്ട് തന്നെ പതിവ് പ്രചാരണ രീതികളിലേക്കൊന്നും ഇന്ന് കടന്നില്ല. മറ്റ് വീടുകളിൽ സന്ദർശിച്ച് ഉച്ചഭക്ഷണം കഴിച്ചൊക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ പര്യടനം അവസാനം. വോട്ടെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് മലപ്പുറത്തെ സ്ഥാനാർത്ഥികൾ. വിഷുദിനത്തിൽ ആശംസ നേർന്നുകൊണ്ടായിരുന്നു സ്ഥാനാർത്ഥികളുടെ പര്യടനം. KT സ്വാലിക് തയ്യാറാക്കിയ റിപ്പോർട്ട്.
വിഷു ആശംസകൾ നേർന്നാണ് ഇന്ന് സ്ഥാനാർത്ഥികൾ മണ്ഡല പര്യടനം ആരംഭിച്ചത്. LDF സ്ഥാനാർത്ഥി VP സാനു ഇന്ന് വള്ളിക്കുന്ന്, കൊണ്ടോട്ടി എന്നിവിടങ്ങളിലാണ് വോട്ട് തേടിയത്. വലിയ പ്രതീക്ഷയിലാണ് സാനു. പാർലമെന്റിൽ ഇടപെടാത്തവർക്ക് പാർലമെന്റിൽ ഇടപെടുകയും വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യാതെ ന്യായീകരണം കണ്ടെത്തേണ്ടി വരുന്ന ആളുകൾക്ക് ഉള്ള മറുപടിയായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ മലപ്പുറം മണ്ഡലത്തിലെ ജനങ്ങൾ വിധിയെഴുതും. മണ്ഡലത്തിലെ വികസനവും വ്യക്തിപ്രഭാവവും അനുകൂലമാവുമെന്ന പ്രതീക്ഷയിലാണ് PK കുഞ്ഞാലിക്കുട്ടി. എന്നാൽ എളുപ്പത്തിൽ ജയിച്ചു കയറാവുന്ന സാഹചര്യം മലപ്പുറത്തില്ല. അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞാണ് PK കുഞ്ഞാലിക്കുട്ടി വോട്ട് തേടുന്നത്. കുടിവെള്ളം ഈ പുഴയിലേക്ക് നിങ്ങൾ വലത്തു ഭാഗത്തേക്ക് ഒന്ന് നോക്കിയാൽ മതി. റെഗുലേറ്റർ കൊണ്ട് ഈ കൊല്ലം ഉദ്ഘാടനം ചെയ്യാനുള്ള റെഗുലേറ്റർ വന്നതുകൊണ്ട് ഉള്ള വെള്ളമാണ് ആ കാണുന്നത്. ഇതിന്ന് കുടിവെള്ളം കൊടുക്കാത്ത പഞ്ചായത്തുകളില്ല. ഈ മലപ്പുറം ജില്ലയിൽ ഉള്ള കുടിവെള്ള പദ്ധതിയുടെ അത്ര വേറെ ഏതെങ്കിലും ഒരു ജില്ലയിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. BJP, SDPI, PDP സ്ഥാനാർത്ഥികൾ പരമാവധി ശക്തി കാണിക്കാനുള്ള ഒരുക്കത്തിലാണ്. സ്വന്തം പോക്കറ്റുകളിലുള്ള വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിച്ചാണ് പ്രചാരണം. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. കാസർഗോഡ് മണ്ഡലത്തിലെ മുന്നണി സ്ഥാനാർത്ഥികളും വിഷുദിനത്തിൽ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെ ഉണ്ടായിരുന്നു. യാത്രക്കിടെയായിരുന്നു അവർ വിഷു സദ്യ ഉണ്ടതും. കാസർഗോഡ് നിന്ന് സണ്ണി ജോസഫിന്റെ റിപ്പോർട്ടിലേക്ക്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വിഷു ദിവസവും സ്ഥാനാർത്ഥികളെല്ലാം ജനങ്ങൾക്കൊപ്പം തന്നെയായിരുന്നു. അവരോടൊപ്പം തന്നെയാണ് അവർ വിഷുസദ്യ ഉണ്ടതും. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ വ്യക്തികളെയും സന്ദർശിച്ച് വോട്ടഭ്യർത്ഥന നടത്തി. സ്വദേശമായ നീലേശ്വരത്തും അല്പനേരം അദ്ദേഹം ചെലവഴിച്ചു. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം മുഹിമാത്ത്, പുത്തികയിലെ പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള മുഹിമാത്ത് സന്ദർശിച്ചു. ഇവിടുത്തെ അന്തേവാസികളെ സന്ദർശിച്ച് അദ്ദേഹം പിന്തുണ അഭ്യർത്ഥിച്ചു. ഇവിടെ വെച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും NDA സ്ഥാനാർത്ഥി രവീശതന്ത്രി കുണ്ടാറും രാവിലെ തന്നെ പ്രശസ്തമായ കാസർകോട്ടെ മധൂർ അമ്പലത്തിൽ ദർശനം നടത്തി. പിന്നീടാണ് അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗവുമായി ബന്ധപ്പെട്ടത്. NDA സ്ഥാനാർത്ഥി രവീശതന്ത്രി കുണ്ടാർ മറ്റു പല ക്ഷേത്രങ്ങൾ സന്ദർശിച്ചതിനു ശേഷം വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിച്ച് വോട്ടഭ്യർത്ഥന നടത്തി. എന്നാൽ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ രാവിലെ ക്ഷേത്ര സന്ദർശനം നടത്തിയതിനു ശേഷം കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിലെ UDFന്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംബന്ധിച്ച് വോട്ടഭ്യർത്ഥന നടത്തി. വിഷു ദിവസം പോലും വിശ്രമമില്ലാതെ സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്കൊപ്പം ചെലവഴിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. നാളെ വീണ്ടും കാണാം. നമസ്കാരം.